വിജയിക്കാം, പരാജയപ്പെടാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, നീയോ നമ്മുടെ മക്കളോ ജയിലിൽ പോകില്ല. ദൃശ്യം 3 സിനിമ ഇപ്പോൾ വന്നേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് 2 വാക്ക് പറയണമെന്ന് തോന്നി. വേറൊന്നുമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും സിനിമയെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും നിങ്ങൾ വീഴരുത്. നിങ്ങളൊരു സിനിമാ പ്രേമിയാണോ, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണെന്ന് ഞാൻ ഉറപ്പായും പറയും. ഇതൊരു ജിത്തു ജോസഫ് മാജിക് ഫിലിമാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ ദൃശ്യം ഫസ്റ്റും അതേപോലെ സെക്കൻഡും പോലെ തന്നെ ഇത് നിങ്ങൾക്കൊരു ദൃശ്യ വിസ്മയം തന്നെയായിരിക്കും. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ സ്പേസിലാണ് തുടങ്ങുന്നതെങ്കിലും സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ, മാൻ, നിങ്ങളുടെ മാജിക്കാണ് ഇത് കിടക്കുന്നത്. ഒന്നും പറയാനില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. പിന്നെ അതേപോലെ നമ്മളെ മോഹൻലാൽ, ലാലേട്ടൻ ചില സീനിലൊക്കെ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ വന്നിങ്ങനെ നിന്നാൽ മാത്രം മതി കേട്ടോ. പുള്ളിക്കാരൻ്റെ അഭിനയം എനിക്ക് ആ സ്ക്രീനിൽ എനിക്ക് ഫീൽ ചെയ്യും. അത്ര സ്ക്രീൻ പ്രസൻസാണ്. പിന്നെ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ട്വിസ്റ്റുകളൊന്നും ഇല്ല എന്നൊക്കെ പറയണവർക്ക് നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം. പിന്നെ ജിത്തു ജോസഫ് മാൻ എന്താ ചെയ്തു വെച്ചേക്കുന്നത്, ഹാറ്റ്സ് ഓഫ്. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അപ്പം ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക, തിയേറ്ററിൽ വന്ന് തന്നെ കണ്ട് അഭിപ്രായങ്ങൾ പറയുക.